ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ് മോനു വ്ളോഗ്. കിഴങ്ങ് വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ വളരെ രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഈ റെസിപ്പി തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ 2 കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കിഴങ്ങിനെ 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു കഷ്ണത്തെ വീണ്ടും 2ആയി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. തൊലി കളയാതെ തന്നെ ഇത് വേവിച്ചെടുക്കുന്നത് കൊണ്ട് ഇതിലെ ഫൈബർ കൂടുതലായിട്ട് നിലനിർത്താനായിട്ട് നമുക്ക് കഴിയും. 2 കിഴങ്ങും നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇളം ചൂടുള്ള വെള്ളത്തിൽ ഒരു 5-10 മിനിറ്റോളം ഇട്ട് വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നത് മുഖേന നമുക്ക് ഇതിൻ്റെ സ്റ്റാർച്ച് കുറച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കുന്നത് നന്നായിരിക്കും. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കൈവശം ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഏത് ഓയിലാണോ ഉള്ളത് അത് 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഓയിൽ എന്നിവ ചേർത്ത് കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി ചതച്ചതോ അല്ലെങ്കിൽ വെളുത്തുള്ളി പൊടിച്ച് വെച്ച പൊടിയോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ മസാലകളെല്ലാം കിഴങ്ങിൽ പിടിച്ച് കിട്ടുന്നതിനായിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് വളരെ ഹെൽത്തിയായ രീതിയിൽ തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ടാണ് 1 ടീസ്പൂൺ ഓയിൽ മാത്രം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് നമ്മൾ എയർ ഫ്രയറിലാണ് തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നമ്മൾ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാനായിട്ട് പറ്റും. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഞാനിവിടെ ഇത് തയ്യാറാക്കാനായിട്ട് വെളുത്തുള്ളിയുടെ പൊടിയല്ല ചേർത്ത് കൊടുക്കുന്നത്, വെളുത്തുള്ളി ചതച്ചതാണ്. ഒരു 4 വെളുത്തുള്ളി ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും ഓയിൽ തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മസാലകളൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റോളം ഇതൊന്ന് മസാല പിടിക്കുന്നതിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് എയർ ഫ്രയറിലേക്ക് ഇതുപോലെ കുറച്ച് കറിവേപ്പില വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കിഴങ്ങിൻ്റെ കൂട്ട് എയർ ഫ്രയറിലേക്ക് ഇതുപോലെ നിരത്തി കൊടുക്കുക. ഒറ്റ ലെയറായിട്ട് തന്നെയാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിലേക്ക് ഉരുളൻകിഴങ്ങ് ഇതുപോലെ ഒറ്റ ലെയറായിട്ട് തന്നെ നിരത്തി കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും മറക്കരുത്. ഇതുപോലെ ഒറ്റ ലെയറിൽ ഇട്ട് കൊടുത്തതിന് ശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ 3 മിനിറ്റാണ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. അതിന് ശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ 15 മുതൽ 18 മിനിറ്റ് വരെ ഇത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഇടയിൽ ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക കൂടി വേണം. ഒന്ന് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ മുകൾ വശം മാത്രം കുക്കായിട്ട് പോകും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നമ്മൾ ഇടയിലൊന്ന് തുറന്നു കൊടുത്ത് 2 വശവും ഒരുപോലെ കുക്കായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ഇടയ്ക്ക് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമാണ് 2 ഭാഗവും ഒരേ രീതിയിൽ കുക്കായി കിട്ടുക. ഇതുപോലെ ഗോൾഡൻ ക്രിസ്പി ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ റെസിപ്പി തയ്യാറായിട്ടുണ്ട്. ഓയിൽ കുറവും ഡയറ്റ് ഫ്രണ്ട്ലി ആയതും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടതുമായ ഒരു പൊട്ടറ്റോ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെയൊക്കെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത്.
നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇല്ല എങ്കിൽ നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും ഇത് ഉപയോഗിക്കാം. നമുക്ക് ടീ കുടിക്കുന്നതോടൊപ്പം തന്നെ കുറച്ച് തൈര് എടുത്തിട്ട് അതിലേക്ക് ഓരോ കിഴങ്ങും ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാനും ഇത് വളരെ രുചികരമായിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.